അതിമനോഹരമായിട്ടുള്ള മിനി ഗോവ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം വർക്കല ബീച്ചിലെ കാഴ്ചകളും അതുപോലെ തന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അന്നേരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നോ? അന്നേരം ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തോട്ടാണ്. തിരുവനന്തപുരം നമ്മുടെ മിനി ഗോവ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം വർക്കല ബീച്ചിലോട്ടാണ്. അവിടുത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോകൾ കാണാനെ കൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്നമർത്തുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അന്നേരം ഞങ്ങൾ വർക്കല ക്ലിഫിൽ എത്തിയിരിക്കുകയാണ്. ആദ്യമേ നമുക്ക് വർക്കല ക്ലിഫിലെ കാഴ്ചകളും അതുപോലെ തന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഏകദേശം വൈകിട്ട് 5:30 മണിയോട് അടുപ്പിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. നല്ല തിരക്കാണ്, പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ നല്ല ഫുള്ളായിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ കണ്ട് ഒരു സൈഡിൽ കൊണ്ട് ഒതുക്കി നിർത്തി. ഞാനാണെങ്കിൽ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്, അതുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് മനോഹാരിതയാണ് നമ്മൾ വർക്കല ക്ലിഫിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വർക്കല ബീച്ചിനെ കുറിച്ചും അതുപോലെ തന്നെ വർക്കല ക്ലിഫിനെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല. മിനി ഗോവ എന്നറിയപ്പെടുന്ന ഈ വർക്കലയിൽ വരാത്തവരായിട്ട് ആരും കാണത്തില്ല. ഒട്ടുമിക്ക ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോയവരായിരിക്കും. എന്നാലും വരാത്തവർക്കും വന്നവർക്കും വരാനിരിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ ചെറിയ ട്രാവലിംഗ് വ്ളോഗ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ ക്ലിഫിൽ വന്ന് ക്ലിഫിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കുറേ സമയം അവിടെ നിന്ന് കണ്ട് ആസ്വദിച്ചു. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നവരും പോകുന്നവരും ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മൾ പാപനാശത്തിലോട്ടാണ്. അന്നേരം നമുക്ക് ക്ലിഫിൽ നിന്ന് നമുക്ക് ഈ കിടക്കുന്ന റോഡിൽ കൂടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പാപനാശത്തിലോട്ട് എത്തിച്ചേരാവുന്നതാണ്. അന്നേരം നമുക്ക് പോകുന്ന വഴിക്ക് എല്ലാം ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് എങ്ങോട്ട് നോക്കിയാലും നല്ല വ്യൂസ് ആയിരിക്കും കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും. ക്ലിഫിൽ നിന്നും ഏകദേശം ഒരു 5-10 മിനിറ്റ് നമുക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്കല ബീച്ച്, അതായത് നമുക്ക് പാപനാശത്തിലോട്ട് നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ ബലിയിടിയിൽ ചടങ്ങ് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വർക്കല പാപനാശം എന്ന് പറയുന്നത്. വൈകിട്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ മൂടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രയും കാഴ്ചയൊക്കെ അതിമനോഹരമാണ്. അതുപോലെ തന്നെ ക്ലിഫിൽ നിന്ന് നമ്മൾ പാപനാശത്തിലോട്ട് വരുന്ന വഴിക്ക് തന്നെ ആ സൈഡിലോട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു വ്യൂ ആണിത്. അതിമനോഹരമാണ് കേട്ടോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഭംഗിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്കല ബീച്ചിൻ്റെ ഭംഗി കാണണമെങ്കിൽ നമ്മൾ ക്ലിഫിൽ നിന്ന് തന്നെ നമുക്ക് കാണണം, എന്നാൽ അതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അതിനുശേഷം നമ്മൾ ഇനി നേരെ പോകുന്നത് നമ്മൾ പാപനാശത്തിലോട്ടാണ്. പാപനാശത്തിലോട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കടകളും. നമ്മൾ ഏറ്റവും കൂടുതൽ കടകളുള്ളത് നമ്മൾ ഈ ഒരു സ്ഥലത്തൂടെ പോകുമ്പോഴാണ്. ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതുവഴിയുള്ള യാത്രയെന്ന് പറയുന്നത് തികച്ചും കൗതുകപരമായിട്ടുള്ളൊരു യാത്രയാണ്. നമ്മളെ പെട്ടെന്ന് ആകർഷിക്കുന്ന രീതിയിലുള്ള കൊച്ചു കൊച്ചു കടകളും അതുപോലെ തന്നെ ചെറിയ ഇടുങ്ങിയ വഴികളും അതുവഴിയൊക്കെയുള്ള യാത്രയെന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയൊരു ഫീലിങ്സ് ആണ് കിട്ടുക. ഒരുപാട് ആൾക്കാർ പാപനാശത്തിൽ പോയിട്ട് തിരിച്ച് കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും പോകുന്നുമുണ്ട്. ഞാൻ ഒരുപാട് നാളുകൊണ്ട് ഇങ്ങനെ വിചാരിക്കുകയാണ് വർക്കല ബീച്ച് വരണം എന്നൊക്കെ. പക്ഷേ നമ്മുടെ സമയം സാഹചര്യം കൊണ്ട് ഇതുവരെ വരാൻ പറ്റിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസം മുന്നേ ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ബീച്ചിലൊന്നും വരാനുള്ള ഒരു സാഹചര്യം ഒത്തില്ല, സമയം കിട്ടി വന്നില്ല. അന്നേരം ഇന്ന് എല്ലാം കൊണ്ടും സമയം കിട്ടി. അങ്ങനെ നേരെ ഇങ്ങോട്ട് വരാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് നേരെ വരികയായിരുന്നു. അങ്ങനെ നമ്മൾ ഇപ്പം പാപനാശത്തിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം തിരക്കൊന്നുമില്ല, പകലായതുകൊണ്ട് ഇവിടെല്ലാം എനിക്കൊന്ന് രാത്രിയെ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളതെന്ന് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്തായാലും ബീച്ചിൽ നല്ല തിരക്കാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക വൈബാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. അന്നേരം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് തന്നെ നമുക്ക് പോകാം. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അപ്പുറത്തൂടെ റോഡ് ഉണ്ടായിരുന്നു വരാനൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കത് അറിയത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതുവഴിയേ വരത്തുള്ളായിരുന്നു ആദ്യമേ. എന്തായാലും നമുക്ക് ഇവിടെ കുറച്ച് നേരം കറങ്ങിയിട്ട് നമുക്ക് വീണ്ടും തിരിച്ച് കയറിപ്പോകണം. തിരിച്ച് കയറിപ്പോയിട്ട് നമുക്ക് അതുവഴി വണ്ടി എടുത്ത് നമുക്ക് അപ്പുറത്ത് വരണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ 8 മണിയൊക്കെ കഴിഞ്ഞ് ഇതുവഴി കയറിപ്പോകണമെങ്കിൽ കുറച്ച് റിസ്ക് ആയിരിക്കും. കാരണം വേറൊന്നുമല്ല, നമുക്ക് ഇത്രയും ദൂരം നടന്ന് പോകണ്ടേ. മറ്റേതാകുമ്പോൾ നമുക്ക് നേരെ അവിടെ തന്നെ കയറിയിട്ടങ്ങ് പോയാൽ മതി. എന്തായാലും നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. കണ്ടിട്ട് നമുക്ക് തിരിച്ച് കയറിപ്പോയിട്ട് പിന്നെ അതുവഴി കറങ്ങി അടിച്ച് വരാം. ക്ലിഫിൽ നിന്ന് നോക്കുമ്പം ഒരുപാട് ഭയം തോന്നുമെങ്കിൽ നമ്മൾ താഴെ വരുമ്പോൾ നമുക്ക് അത്രയും ഭയം തോന്നത്തില്ല. നമുക്ക് ശാന്തമായിട്ട് ഒഴുകുന്ന കടലും വലിയ തിരമാലയോ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും തിരമാല ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള തിരമാലയൊന്നുമില്ല. നമുക്ക് ശാന്തമായിട്ട് നിന്ന് കാണാൻ പറ്റിയ നല്ലൊരു വ്യൂ ആണ്. അതുപോലെ തന്നെ നമ്മൾ ക്ലിഫിൽ അപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ പോയിട്ടില്ല. നമ്മൾ നേരെ വന്നത് പാപനാശത്തിലോട്ടാണ്. അന്നേരം എന്തായാലും അപ്പുറത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോ ഇട്ടിടും. ഇത് 2 പാർട്ടായിട്ടാണ്. അന്നേരം നമ്മൾ പാപനാശവും അതുപോലെ ക്ലിഫിലെ നമ്മൾ വരുന്ന ടൈമിലുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തുള്ളത്. മറ്റേ ക്ലിഫിൽ നിന്ന് നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നുണ്ട്. അവിടെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. ഒരുപാട് കടകളും ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ റിസോർട്ടും കടകളൊക്കെ ഉള്ളത് അവിടെയാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ടും പോകണം. അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് എത്തിടും. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. എന്തായാലും now you see me, now you don't, and we
you used to say turned into lies. Sing to me and we'll dance out in the streets and believe that I'm right here by your side. Tell me something with your eyes. Please don't say goodbye.
അന്നേരം 2 ദിവസമായിരുന്നു ഞാനിവിടെ ഉള്ളത്. അന്നേരം നമുക്ക് ഇത് ആദ്യത്തെ ദിവസത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. ഇനി നമുക്ക് ക്ലിഫിലെ അപ്പുറത്തെ സൈഡിലോട്ടുള്ള കാഴ്ചകളും അതുപോലെ തന്നെ അടുത്ത ദിവസത്തെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അന്നേരം എല്ലാവർക്കും ബൈ ബൈ.